ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം തുടർ നടപടികളെടുക്കുന്നതിൽ സർക്കാർ വീഴ്ച വരുത്തിയതിൽ അതൃപ്തി പ്രകടിപ്പിച്ച WCC ഇന്ന് WCC അംഗങ്ങൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടു. SIT അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയോട് ആശങ്ക അറിയിക്കുകയായിരുന്നു WCC അംഗങ്ങൾ. സിനിമാ നയരൂപീകരണത്തിൽ സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. WCC അംഗങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ഒരു തരത്തിലും മൊഴി നൽകിയ സ്ത്രീകളുടെ പേരുകൾ പുറത്തു പോകരുതെന്നും മുഖ്യമന്ത്രിയോട് WCC അറിയിച്ചിട്ടുണ്ട്. പ്രതികരണത്തിലേക്ക് ആദ്യം. ഞങ്ങൾ 2-3 കാര്യങ്ങൾ പറഞ്ഞു. മെയിൻലി നമുക്ക് ഈ SITയുടെ കാര്യത്തില് ഈ SITയുടെ നടപ്പിന്റെ കാര്യത്തില് നമുക്ക് ഡൗട്ട്സ് ഉണ്ട്. അതെങ്ങനെ പോന്ന്, സ്ത്രീകളെ ഫോഴ്സ് ചെയ്യാൻ പാടില്ല, സ്ത്രീകളുടെ പ്രിവസി ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള കാര്യം. പിന്നെ ഒരു സ്ത്രീക്ക് അത് മുമ്പോട്ട് കൊണ്ടുപോകണ്ടെന്ന് വെച്ച് അത് കൊണ്ടുപോകേണ്ട കാര്യമില്ല. SIT ഹാസ് ടു ആൻഡ് ടേംസ് ഓഫ് റെഫറൻസ് ഓഫ് SIT ഇങ്ങനത്തെ കാര്യങ്ങളാണ് SITയുടെ കാര്യം ഞങ്ങൾ പറഞ്ഞത്. രണ്ടാമത്തെ ഈ പോഷ് ഇംപ്ലിമെന്റേഷന്റെ കാര്യം ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. അതിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റി എങ്ങനെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആക്കാൻ പറ്റും അതൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. മൂന്നാമത്തെ ഹേമ കമ്മിറ്റിയില് വേറെ കുറെ കാര്യങ്ങളുണ്ട്. അതും വന്നു എങ്ങനെ നടപ്പിലാക്കും. ഈ സിനിമ പോളിസിയില് സ്ത്രീകളുടെ വ്യൂ പോയിന്റ് ഉറപ്പായിട്ട് വരണം. ഇത് സീരിയസ് ആയിട്ട് എടുക്കണം. ഈ മെയിൻലി ഈ കാര്യങ്ങളാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തത്. CM എന്തെങ്കിലും അഷുറൻസ് തന്നോ മാം? എന്താണ് എങ്ങനെ എല്ലാത്തിന്റെ അഷുറൻസ്? ഓക്കെ 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 താങ്ക് യു. മുഖ്യമന്ത്രിയെ കണ്ട ശേഷം WCC അംഗമായ ബീന പോളിന്റെ പ്രതികരണമാണ് കേട്ടത്. മുഖ്യമന്ത്രിയിൽ നിന്ന് ഉറപ്പ് കിട്ടിയെന്ന് ബീന പോൾ പറയുകയാണ്. SIT അന്വേഷണത്തിലുള്ള ആശങ്ക WCC അംഗങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം SIT അന്വേഷണം നേരായ രീതിയിൽ തന്നെ പോകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2 ആഴ്ചക്കകം റിപ്പോർട്ട് നൽകുവാനും ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇന്നലെയാണ് ഹൈക്കോടതിയിൽ നിന്നുള്ള വിമർശനങ്ങൾ സർക്കാർ നേരിട്ടത്. അതിന് പിന്നാലെയാണ് WCC അംഗങ്ങളുടെ കൂടിക്കാഴ്ച. ഡാൻ കുര്യൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, എന്തെങ്കിലും അപ്ഡേറ്റ് ഇക്കാര്യത്തിൽ നൽകുവാനുണ്ടോ? ഇപ്പോൾ SIT അന്വേഷണം വന്നിട്ടുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം കുറേയേറെ നടികൾ പരസ്യമായിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോഴാണ്. അതല്ലാതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങളുടെ പേരിൽ ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചതല്ല. പക്ഷേ ഇന്നലെ ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം അക്കാര്യങ്ങളും പരിഗണിക്കണം, പ്രത്യേക അന്വേഷണ സംഘം എന്നാണ്. അപ്പോൾ എന്താണ് ഇക്കാര്യത്തിൽ WCCയുടെ അതൃപ്തി? അന്വേഷണം മുന്നോട്ട് പോകുന്നത് ശരിയായ രീതിയിൽ അല്ല എന്നുള്ളതാണോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ബംഗാളി നടിയുടെ ഭാഗത്ത് നിന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ പരാമർശങ്ങൾ ഉണ്ടാകുന്നു. സ്വാഭാവികമായി അതേസമയം തന്നെ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖിനെതിരെ യുവനടി പരാതിയുമായി രംഗത്തെത്തുന്ന പശ്ചാത്തലം സ്വാഭാവികമായി അത് വലിയ തരത്തിൽ ചലച്ചിത്ര മേഖലയെ പിടിച്ചുലയ്ക്കുന്ന തരത്തിലേക്ക് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖ് രാജിവെക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് രാജിവെക്കുന്നു. പിന്നീട് സമ്മർദ്ദങ്ങൾക്ക് സഹിക്കവയ്യാതെ അമ്മ ഭാരവാഹികൾ മുഴുവൻ രാജിവെച്ചൊഴിയുന്ന തരത്തിലേക്ക് ഈ പ്രതിസന്ധി കൊണ്ടുചെന്നെത്തിച്ചു. അതിനു പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉയർന്നുകേട്ട പരാതികളിൽ ഗൌരവതരമായ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷ് മേൽനോട്ടം വഹിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം കൊടുക്കുന്നത്. സ്വാഭാവികമായി ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുമായിട്ട് WCC അംഗങ്ങൾ നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രധാനമായി ഉയർന്നിരിക്കുന്ന ആശങ്ക ഈ പരാതിയുമായി രംഗത്തെത്തുന്ന നടിമാരുടെ, പ്രത്യേകിച്ച് മൊഴി നൽകുന്ന നടിമാരുടെ സ്വകാര്യത അല്ലെങ്കിൽ പേര് വിവരം, അവരുടെ ഐഡന്റിറ്റി കൃത്യമായി മറച്ചുവെക്കണം. അത് ഒരു തരത്തിലും പുറത്തു പോകാൻ പാടില്ല. അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസേൺ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ആ കാര്യത്തിൽ തന്നെയായിരുന്നു അവർക്ക് ആശങ്കകൾ നിലനിന്നിരുന്നതും. അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരണങ്ങൾ നടത്തിയവരടക്കം WCC അംഗങ്ങളടക്കം ആ കാര്യം തന്നെയാണ് വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഉണ്ടായിട്ടുള്ള പരാമർശങ്ങൾ, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള തുടർ നടപടികളാണ് സ്വീകരിച്ചത് എന്ന കാര്യം വലിയ തരത്തിലുള്ള ഒരു ചോദ്യം അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു വെല്ലുവിളിയായി സർക്കാർ ഇടപെടുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ട WCC അംഗങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന WCC അംഗമായ ആശ ജോസഫ് തത്സമയം ചേരുകയാണ്. ശ്രീമതി ആശ ജോസഫ്, എന്താണ് മുഖ്യമന്ത്രിയോട് നിങ്ങൾ സംസാരിച്ചത്? എന്തായിരുന്നു ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം? പ്രധാനമായിട്ടും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം സംഭവിച്ചിട്ടുള്ള സ്ത്രീകൾക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് ആ കമ്മിറ്റിയോട് സംസാരിച്ച സ്ത്രീകൾക്ക് അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ
മുഖ്യമന്ത്രി ഒന്ന് അറിയിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ഉദ്ദേശമായിരുന്നു. അതാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്തത്. കാരണം നമ്മൾ ഇതിനു മുമ്പ് ഈ റിപ്പോർട്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള സ്ത്രീകളൊക്കെ പലരും അവരവരുടെ തീരുമാനം അനുസരിച്ച് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നവരാ. അതായത് സാധാരണ ജീവിതം നയിക്കാനായിട്ട് അവരെ പിന്നെ തടസ്സപ്പെടുത്താൻ പാടില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് പലതരത്തിലുള്ള അസ്വസ്ഥതകൾ വരുന്നത് കൊണ്ട് നമ്മൾ അതൊന്ന് അറിയിക്കണം ഉണ്ടായിരുന്നു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ രണ്ടാമത് നമ്മൾ എങ്ങനെയാണ് ഈ റിപ്പോർട്ടിന് ഇപ്പോ സാധാരണ സെക്ഷൽ ഹാരസ്മെന്റ് അല്ലാത്ത മറ്റു കാര്യങ്ങളെ കുറിച്ചിട്ട് വളരെ ഗൗരവമായ പഠനം നമ്മൾ നടത്തിയിട്ടുള്ളതിൽ വളരെ അടിയന്തരമായ സ്വഭാവമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ലിസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റിനനുസരിച്ച് ഗവൺമെന്റ് വർക്ക് ചെയ്യാൻ സന്നദ്ധമായിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ് എന്ന് അദ്ദേഹം നമ്മളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ട്രൈബ്യൂണൽ രൂപീകരിക്കണം എന്നുള്ള കാര്യം പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണല്ലോ. അതിൽ എന്തെങ്കിലും കാര്യങ്ങൾ WCC അറിയിച്ചിട്ടുണ്ടോ? ഉടൻ അത്തരം ട്രൈബ്യൂണൽ വേണമെന്നോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നും അല്ല. അതായത് നമ്മൾ WCC ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ പല എല്ലാ ദിവസവും നമ്മൾ ഓരോ ഘട്ടങ്ങളായിട്ട് നമ്മൾ റിവീൽ ചെയ്യുന്നുണ്ട്. എന്താണ് നമ്മുടെ പഠനത്തിന്റെ ഔട്ട്കം എന്താണെന്നുള്ളത് നമ്മൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ആ ലിസ്റ്റാണ് നമ്മൾ ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ട ഒരു ലിസ്റ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ട്രൈബ്യൂണൽ എന്ന് പറയുന്നതൊക്കെ കുറച്ചുകൂടി സമയമെടുത്ത് ഗവൺമെന്റ് ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ. അതിനെക്കുറിച്ചിട്ടല്ല, അടിയന്തരമായിട്ട് ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്നുള്ളത്, ഇപ്പോൾ SIT രൂപീകരിച്ചിട്ടുണ്ടല്ലോ, അതിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴികൾ നൽകിയ ആളുകളുടെ അവരുടെ പരാതികളും കൂടി പരിഗണിച്ചുകൊണ്ട് SITയുടെ അന്വേഷണം പോകണമെന്ന് ഹൈക്കോടതിയും പറഞ്ഞിട്ടുണ്ട്. WCC എന്താണ് ഇക്കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത്? SIT അന്വേഷണം ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ്? ഇതേക്കുറിച്ച് എന്തെങ്കിലും മുഖ്യമന്ത്രിയോട് സംസാരിക്കുകയുണ്ടായോ? അത് നമുക്ക് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം ഗവൺമെന്റും കോടതിയും ഇപ്പൊ അതിൽ ഇടപെടുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് നിയമപരമായ കാര്യങ്ങളും ഗവൺമെന്റ് പരമായ കാര്യങ്ങളും അങ്ങനെ നടത്തും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ തീർച്ചയായിട്ടും ഈ ഇത്രയും ധീരമായിട്ട് കാര്യങ്ങൾ പറയാൻ ശ്രമിച്ച സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അവരെ അറിയിക്കാൻ മാത്രമേ ചെയ്തുള്ളൂ. അതാണ് നമ്മൾ ചെയ്തത്. അതായത് അവരുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു പരാതി ഉണ്ടോ WCCക്ക്? സംരക്ഷിക്കപ്പെടുന്നില്ല എന്നല്ല, പക്ഷെ ആ സ്ത്രീകൾക്ക് വളരെ ഗൗരവമായ കൃത്യമായ സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവണം. അവർക്ക് ആവശ്യമുള്ള രീതിയിൽ തന്നെ അവരുടെ പരാതികൾ നിലനിൽക്കുകയും വേണം. അതിൽ കൂടുതലോ കുറവോ ഒന്നും പാടില്ല. അവരുടെ ഒരു തീരുമാനമാണ് എങ്ങനെയാണ് പരാതികൾ എന്നുള്ളത്. അപ്പൊ അത് ഗവൺമെന്റും അതിനെക്കുറിച്ച് കൃത്യമായ കാര്യങ്ങൾ ചെയ്യാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. അല്ല, അത് ഒന്നുകൂടെ വ്യക്തമാക്കി പറയുകയാണെങ്കിൽ അവർക്ക് ഇനിയും അവരുടെ ഈ പരാതിയുമായി മുന്നോട്ട് പോകുവാനുള്ള അവസരം ഉണ്ടാക്കണം, ഇല്ലേ? അതല്ലേ ഉദ്ദേശിക്കുന്നത്? ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യരുത്. അങ്ങനെയല്ലല്ലോ. സ്ത്രീകൾ എന്തിനാണോ ഈ പറയുന്ന പരാതി അല്ലല്ലോ റിപ്പോർട്ടിൽ കൊടുത്തത്, അവർ മൊഴിയാണ് കൊടുത്തത്. അത് പിന്നെ ഈ റിപ്പോർട്ട് പഠനത്തിന് വേണ്ടി കൊടുത്തതാണ്. അപ്പൊ പഠനത്തിനല്ലാതെ അതിന് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആ മൊഴി കൊടുത്ത സ്ത്രീയുടെ അനുവാദമില്ലാതെ അതിന് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ആ രീതിയിൽ ഗവൺമെന്റ് അത് പരിഗണിക്കും, അത് കൃത്യമായി അത് ശ്രദ്ധിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ശരി, നന്ദി. ഡോക്ടർ ആശ ആച്ചി ജോസഫ്. WCC അംഗങ്ങൾ ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. ഡോക്ടർ ആശ ആച്ചി ജോസഫും അവരോടൊപ്പം ഉണ്ടായിരുന്നു. റിമ കല്ലിങ്കലിന്റെ പ്രതികരണവും ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. അവരുടെ പ്രതികരണത്തിലേക്ക്. നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞു തന്നെയാണ് നമ്മൾ വീണ്ടും പറയുന്നത്. നമുക്ക് മുന്നോട്ട് എന്ത് ചെയ്യാൻ കഴിയും, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഒരുമിച്ച്, ഗവൺമെന്റ് ഒരുമിച്ച് എന്ത് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും ആലോചിക്കുന്നത്. മുന്നോട്ടാണ്, സൊല്യൂഷൻ ബേസ്ഡ് ആണ്. താങ്ക് യു. WCC അംഗങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെയാണ് പ്രധാനമായും ചർച്ചയായത്. WCCയുടെ ആശങ്കകൾ അത് പരിഹരിക്കും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയിൽ അറിയിച്ചതെന്ന് WCC അംഗങ്ങൾ തന്നെ പറയുകയാണ്. ബീന പോളും ഡോക്ടർ ആശ ആച്ചി ജോസഫും റിമ കല്ലിങ്കലും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരുന്നു. എന്തായാലും ഈ കാര്യത്തിൽ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്ന നടപടികളുമായിട്ട് തന്നെ അതോടൊപ്പം സിനിമാ സെറ്റുകളിൽ
കൃത്യമായിട്ടും സ്ത്രീകൾക്ക് സുരക്ഷ ഏർപ്പെടുത്തണം. ഇക്കാര്യത്തിലുള്ള നിർദ്ദേശങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെയുണ്ട്. ആ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണം എന്ന് തന്നെയാണ് WCC ആവശ്യപ്പെട്ടത്. കുറച്ച് ദിവസങ്ങളായി WCC ഇക്കാര്യത്തിൽ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ ഉന്നയിച്ചു വരികയാണ്. ആ കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. WCCയുടെ ആശങ്കകൾ അറിയിക്കുകയുണ്ടായി. WCCയുടെ ആശങ്കകൾ മുഖ്യമന്ത്രി കേട്ടു. അതിൽ ഒരു ഉറപ്പും മുഖ്യമന്ത്രി നൽകുകയുണ്ടായി. 15 മിനിറ്റോളം ഈ കൂടിക്കാഴ്ച നീണ്ടുനിന്നു സെക്രട്ടേറിയറ്റിൽ. WCC അംഗങ്ങൾ ഇങ്ങനെ മുഖ്യമന്ത്രിയെ കാണുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഒരുപാട് പരാതികൾ ഉയർന്നു വന്നിരുന്നു. അതോടൊപ്പം തന്നെ സ്വകാര്യത മാനിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു, ഈ മൊഴി കൊടുത്തവരുടെ എന്ന രീതിയിലുള്ള ആശങ്ക WCCക്ക് ഉണ്ടായിരുന്നു. ഇക്കാര്യങ്ങൾ അറിയിക്കുകയാണ് WCC അംഗങ്ങൾ ഇന്ന് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ നടത്തിയത്. ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാൻ, ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട് മുഖ്യമന്ത്രിയിൽ നിന്ന് പറയുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ ഈ പരാതിയുമായി മുന്നോട്ട് പോകുമ്പോൾ മൊഴി കൊടുക്കാൻ എല്ലാവരും തയ്യാറാവുകയില്ല. പക്ഷേ അവർക്ക് അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ള ഒരു കാര്യവും അതും WCC ഉയർത്തിയിട്ടുണ്ടെന്നാണ് അല്ലേ? തീർച്ചയായിട്ടും ഈ പരാതിയുമായി എല്ലാവരും രംഗത്ത് വരാൻ ധൈര്യപ്പെടാതിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അവരുടെ സ്വകാര്യത ലംഘിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നു. അവരുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പൊതുവിൽ ചർച്ചയായി മാറുന്നു. അതിൽ ആശങ്ക പൂണ്ട് ഔദ്യോഗികമായ പരാതിയുമായി രംഗത്ത് വരാത്തതുകൊണ്ട് അത് തന്നെയാണ് ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസേണായി മാറുന്നതും. ആ പശ്ചാത്തലത്തിലാണ് ഈ മൊഴി കൊടുക്കാൻ എത്തുന്നവരുടെ സ്വകാര്യത അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണമെന്നൊരു നിലപാടിലേക്ക് ഈ താരങ്ങളൊക്കെ WCC അങ്ങനെ ഒരു നിലപാട് മുഖ്യമന്ത്രിക്ക് മുമ്പിൽ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നതിന് പിന്നിലും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്. നിലവിലെ പശ്ചാത്തലത്തിൽ കോടതിയുടെ ഭാഗത്തുനിന്നുകൂടി ഇങ്ങനെയൊരു പരാമർശം ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ WCC അംഗങ്ങൾ മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അവർ മുമ്പോട്ട് വെച്ചിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട ആശങ്കകളും അത് ഗൌരവതരമായി തന്നെ സർക്കാർ പരിഗണിക്കും. മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽനോട്ടം വഹിക്കുന്ന ADGP ക്രൈംബ്രാഞ്ച് H വെങ്കടേശനെ കൂടി അറിയിക്കുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും എന്നോടൊപ്പം VV അരുൺ കൂടി ചേരുന്നു. സ്വാഭാവികമായി 3 പ്രധാനപ്പെട്ട ആശങ്കകൾ ആണ് മുഖ്യമന്ത്രി അവർ അറിയിച്ചതെന്നാണ് ഈ WCC അംഗങ്ങൾ വ്യക്തമാക്കിയത്. അതിന്റെ വിശദാംശങ്ങൾ അരുൺ തന്നെ പങ്കുവെക്കും. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്? WCCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കയും അവരുടെ പ്രധാന നിവേദനവും മൊഴി നൽകിയവരുടെ പേരുകൾ, അതായത് ഇരകളുടെ പേരുകൾ പുറത്തു പോകരുത്, ഒരു കാരണവശാലും പുറത്തു പോകരുതെന്നാണ് അവരുടെ പ്രധാന ആവശ്യം. അതായത് ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ നൽകിയ മൊഴികൾ പൂർണ്ണമായും രഹസ്യമായി സൂക്ഷിക്കണം. ഇതാണ് മുഖ്യമന്ത്രിയോട് അവർ ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, സിനിമാ നയരൂപീകരണ സമിതി ഇപ്പോൾ ആദ്യ യോഗം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്നിരുന്നു. നയം രൂപീകരിക്കുമ്പോൾ അവിടെ സ്ത്രീപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കണം, ആ ആവശ്യം അവർ മുന്നോട്ട് വച്ചു. മറ്റൊന്ന്, സിനിമാ സെറ്റുകളിൽ പോസ്റ്റ് നിയമം നടപ്പിലാക്കണമെന്ന ആവശ്യം അവർ ഉന്നയിച്ചു. അതും അവർ ഈ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റു പ്രധാനപ്പെട്ട കാര്യം SITയുടെ ഇപ്പോഴത്തെ പോക്കിൽ, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം വന്ന വെളിപ്പെടുത്തൽ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ പോക്ക് ശരിയായ ദിശയിലാണെന്ന സംശയം, ആശങ്കയും അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളിലൊക്കെ മുഖ്യമന്ത്രി പൂർണ്ണമായ ഉറപ്പ്, എല്ലാം കൃത്യമായി നടക്കുമെന്ന ഉറപ്പ് WCC നൽകിയതായാണ് അവർ വ്യക്തമാക്കുന്നത്. ഡാൻ, സ്വാഭാവികമായി ഈ ഒരു പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി അവർക്ക് നൽകിയിരിക്കുന്ന ഉറപ്പിന്റെ പശ്ചാത്തലത്തിൽ ഏത് തരത്തിലുള്ള തുടർ നടപടികൾ ഇനി സ്വീകരിക്കുമെന്നതാണ് കാത്തിരുന്ന് കാണാനുള്ളത്. ശരി ഡാൻ, VV അരുൺ എന്നിവരാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ PV അൻവർ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് അവരെ അവിശ്വസിക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ ലോകം ഒന്നായിട്ട് കുലുങ്ങിയാലും അദ്ദേഹം അതിന് കുലുങ്ങൂല. അത് അദ്ദേഹത്തിന്റെ പ്രകൃതമാണ്. അദ്ദേഹത്തിന് ബോധ്യപ്പെടണം. ആ ബോധ്യപ്പെടലിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പരിപൂർണ ബോധ്യം വരുന്നതോടുകൂടി അതിന്റെ മുകളിലൊരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ സന്ദീപാനന്ദഗിരിയുടെ കേസുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ഈ പാർട്ടിയും ഗവൺമെന്റും പ്രതിസന്ധിയിലായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. സന്ദീപാനന്ദഗിരിയാണ് ഇത് കത്തിച്ചത്. അദ്ദേഹം പേരെടുക്കാനും പ്രശസ്തി ഉണ്ടാക്കാനും കേരളം അത് ചർച്ച ചെയ്യാനും വേണ്ടിയിട്ട് ചെയ്തതാണ് എന്ന ഭാഷ്യത്തിലായിരുന്നു പോലീസിന്റെ 1ാം ഘട്ടം 2ാം ഘട്ടവും. സ്വാഭാവികമായിട്ടും പൊതുസമൂഹം ആ മനുഷ്യനെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തി ഈ പോലീസ് എത്ര കാലം സമൂഹത്തിൽ ഇറങ്ങി വരാൻ കഴിയാത്ത വിധം സ്വാമിയുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന വാർത്തകളും റിപ്പോർട്ടുകളും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ പോലീസിലെ ഒരു RSS സംഘം എത്രത്തോളം ഈ ഗവൺമെന്റിനെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഈ പോലീസ് റിപ്പോർട്ട്. ഞാനിത് ചുരുക്കി വായിക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും മെയിൽ ചെയ്തേക്കാം. കാരണം നമ്മളെ പത്രസമ്മേളനം വല്ലാതെ നീളുന്നു എന്നൊരു പരാതിയുണ്ട്. അതുകൊണ്ട് ഞാൻ അത് അത്ര വിശദീകരിക്കുന്നില്ല. കാര്യങ്ങൾ അതിന്റെ ചുരുക്കം
മാത്രം നിങ്ങൾ ഇവിടെ പറയുന്നുള്ളൂ. ഇതിൽ മറ്റൊരു കാര്യം, അത് ആദ്യം തന്നെ പറഞ്ഞേക്കാൻ മറന്നുപോകും. ഈ കേസിന്റെ ഒന്നാം ഘട്ടത്തിൽ ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരിൽ ഒരു ഡിവൈഎസ്പി ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട അന്നത്തെ ഡിവൈഎസ്പി, അദ്ദേഹത്തിന്റെ പേര് രാജേഷ് എന്നാണ്. അദ്ദേഹമാണ് ഈ കേസിലെ ഒന്നാം ഘട്ടത്തിൽ ഈ കേസിനെ തിരിച്ചുവിടുന്നതിൽ നേതൃത്വം നൽകിയത്. അദ്ദേഹത്തിന്റെ ചില ഫോട്ടോസ്, ഇപ്പൊ റിട്ടയർഡാണ്. ഈ കേസന്വേഷണം കഴിഞ്ഞ് അദ്ദേഹം റിട്ടയർഡായിട്ട് ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ ബൂത്ത് ഏജന്റാണ് ഈ പറയുന്ന വ്യക്തി. ഈ ഫോട്ടോ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം. ഒരു ഫോട്ടോ അല്ല, ഈ ചങ്ങാതിയാണ് കേസ് തിരിച്ചുവിടുന്നതിൽ ഒരു പ്രധാനി. ഒരുപാട് ബൂത്ത് ഏജന്റുമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. കൊടി തന്നെ പൊറച്ചിരിക്കുന്ന നോക്കൂ നിങ്ങൾ. അപ്പൊ എന്താ ചെയ്യുന്നതൊക്കെ കാണിക്കുന്നത്? ഈ കക്ഷി ഇതിൽ ഈ കേസ് അട്ടിമറിച്ചതിൽ ഒരു പ്രധാന കക്ഷിയാണ്. അതിലേക്ക് ബാക്കി കാര്യങ്ങളിലേക്കും വരാം. നമുക്ക് ഈ പോലീസ് റിപ്പോർട്ട് ഒന്ന് നോക്കാം. ഇത് പോലീസ് ഡെപ്യൂട്ടി സൂപ്രണ്ടിന്റെ കാര്യാലയം, ക്രൈംബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റ്, പേട്ട, തിരുവനന്തപുരം. ഈ കൊടുക്കുന്ന റിപ്പോർട്ട് 11/5/2023 ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഈ കേസ് എങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ അട്ടിമറിച്ചതെന്നും ആരാണ് അതിന് നേതൃത്വം നൽകിയതെന്നും ഏത് വിധേനയാണ് ആദ്യത്തെ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചതെന്നും അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ഈ കേസ് അന്വേഷിച്ച് ഈ പ്രതികളെ കണ്ടെത്തിയ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട്, ക്രൈംബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റ് 1, പേട്ട, 10/5/2023 അദ്ദേഹത്തിന്റെ കയ്യൊപ്പോടുകൂടി അദ്ദേഹം നൽകിയ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടാണ് ADGP അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഈ പറയുന്ന ക്രിമിനൽ സംഘം പൂഴ്ത്തിയത്. ഇപ്പോഴും ഗവൺമെന്റ് ഇത് കണ്ടിട്ടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ എത്തിയിട്ടില്ല. ഇതൊക്കെ ഞാൻ പറയുന്നത് ആ മുഖ്യമന്ത്രിയുടെ ഇപ്പുറത്ത് നിർമ്മിച്ചിട്ടുള്ള ബാരിക്കേഡിൽ തട്ടി നേരെ താഴേക്ക് പോവാണ്. ഇതില് മേൽസൂചന കേസിന്റെ പ്രേക്ഷിതൻ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട്, സ്വീകർത്താവ് പോലീസ് സൂപ്രണ്ട്, ക്രൈംബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റ്, പേട്ട. ചുരുക്കി വായിക്കാം. വിഷയം CB ക്രൈം 479/CBCU ട്രിവാൻഡ്രം 2019 പൂജപ്പുര പോലീസ് സ്റ്റേഷൻ, ക്രൈം നമ്പർ 1879. സൂചന PHQ ഓർഡർ നമ്പർ D13949 സോൻസോ, ഡേറ്റഡ് 26/9/2019. 2019 ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. മേൽ സൂചന പ്രകാരം 3/10 മുതൽ കേസിന്റെ അന്വേഷണം T യൂണിറ്റിൽ നടന്നു വരുന്നു. കേസിന്റെ ചുരുക്കം: ആവലാതിക്കാരൻ എന്ന് പറയുന്നത് സന്ദീപാനന്ദഗിരി. ആവലാതിക്കാരൻ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സുപ്രീംകോടതി വിധിക്ക് അനുകൂല നിലപാട് സ്വീകരിച്ച പത്രദൃശ്യമാധ്യമങ്ങളിലും പൊതുവേദികളിലും പങ്കെടുത്ത് അഭിപ്രായം പറഞ്ഞതിൽ വച്ചുള്ള വിരോധത്താൽ BJP, RSS, സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട പ്രതികൾക്ക് ആവലാതിക്കാരന്റെ ആശ്രമത്തിന് അതിക്രമിച്ച് കയറി വാഹനങ്ങൾക്കും ആശ്രമത്തിനും തീ കത്തിച്ച് നാശനഷ്ടം വരുത്തണമെന്നും ആവലാതിക്കാരന് മരണഭയം ഉളവാക്കണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി ഗൂഢാലോചന നടത്തി പ്രതികൾ 27/10/2018 തീയതിയിൽ വെളുപ്പിന് 2:30 മണിയോടെയാണ് തിരുവല്ലയിലെ ഈ ഗ്രാമത്തിൽ വന്ന് ഇത് കത്തിച്ചു പോകുന്നത്. ഇതില് പോർട്ടിക്കോയിൽ നിർത്തിയിരുന്ന കാറുകൾ, ബൈക്കുകൾ എല്ലാം കത്തി നശിപ്പിച്ചു. അതിന് പുറമെ ആശ്രമത്തിന്റെ മുൻവശവും മുകൾ നിലയിലുള്ള ഗീതാ ക്ഷേത്രത്തിലുള്ള അമൂല്യമായ ഉപകരണങ്ങൾ കേടുപാടുകൾ സംഭവിച്ചും. ഇനിയാണ് ഇതിന്റെ ക്രക്സ് വരുന്നത്. ആശ്രമത്തിന്റെ മുൻവശത്തുള്ള സോപാനത്തിൽ PK ഷിബുവിന് ആദരാഞ്ജലികൾ, ഇത് സൂചന മാത്രം എന്ന് എഴുതിയ റീത്ത് വെച്ച് ആവലാതിക്കാരന് മരണഭയം ഉളവാക്കിയും വാഹനങ്ങൾക്കും ആശ്രമത്തിന് നാശമുണ്ടാക്കി 1 കോടിയുടെ നഷ്ടമുണ്ടാക്കി. ഇതിൽ പ്രധാനം ഈ കേസിന്റെ തുമ്പ് നശിപ്പിക്കാൻ വേണ്ടി ചെയ്തത് ഈ PK ബിജുവിന്റെ ഈ ഒരു എഴുത്ത് ഇവർ മാറ്റുന്ന. മേൽ കേസിന്റെ ആദ്യ ദിവസം 27/10/2011 അന്വേഷണം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ സോൻസോ ഡേറ്റിൽ ഉത്തരവ് പ്രകാരം കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീ VS ദിനരാജാണ് നടത്തി വന്നിട്ടുള്ളത്. അങ്ങനെ വന്ന് പിന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ നെയിം. അത് കഴിഞ്ഞിട്ട് മേൽ കേസിന്റെ അന്വേഷണത്തിൽ
പ്രതികളെ പറ്റി സൂചനകൾ ഒന്നും തന്നെ 3/1/2020 ലഭിച്ചിരുന്നില്ല. 3/1/2022 കണ്ടമൺകടവിലെ RSS പ്രവർത്തകനായ പ്രകാശ് ആത്മഹത്യ ചെയ്യുകയും ടി സംഗതിക്ക് വിളപ്പിൽശാല പോലീസ് ക്രൈം സോൻസോ നമ്പർ കേസെടുക്കുകയും ചെയ്തു. അത് അന്വേഷണം നടത്തിവരെ പ്രകാശിന്റെ മരണം മറ്റു ചില RSS പ്രവർത്തകരുടെ മർദ്ദനത്തെ തുടർന്നാണെന്ന് ആരോപിച്ച് പ്രകാശിന്റെ ജ്യേഷ്ഠൻ പ്രശാന്തൻ വിളപ്പിൽശാല പോലീസിൽ പരാതി കൊടുക്കുകയും കൊടുത്ത പരാതി അവഗണിക്കുകയാണ്. RSS പ്രവർത്തകരാണ് ഈ മരിച്ച ആത്മഹത്യ ചെയ്ത ഈ പ്രതിയും ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ഈ കൃത്യത്തിന് ഒപ്പമുണ്ടായിരുന്ന പ്രതികളും അതിൽപ്പെട്ടവർ ഇദ്ദേഹത്തെ മർദ്ദിച്ചു. കാരണം ഇദ്ദേഹം പുറത്തു പറയും എന്ന് എനിക്ക് നിവൃത്തിയില്ല, ഞാനിത് പുറത്തു പറയുമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുന്നത്. അങ്ങനെ ആ കാര്യങ്ങൾ സൂചിപ്പിച്ച് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയും പരാതി അവഗണിച്ചുകൊണ്ട് കേസ് അസ്വാഭാവിക മരണമായി എഴുതി തള്ളുകയും ചെയ്തു. അപ്പൊ ജ്യേഷ്ഠൻ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കണം, എന്റെ മകൻ ഇങ്ങനെ ആ ആശ്രമം എത്തിച്ച കേസിൽ പ്രതിയായിരുന്നു, അത് ഞാൻ പുറത്തു പറയും, അതുകൊണ്ട് പറയുമെന്ന് പറഞ്ഞതുകൊണ്ട് അവനെ ഇവരെ ആക്രമിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ പിന്നിൽ ആശ്രമവുമായി ബന്ധപ്പെട്ട് കത്തിച്ചവരാണ്. എന്റെ അനിയന് കത്തിച്ചു എന്ന്, അതുകൊണ്ടാണ് അനിയൻ ഭയപ്പെട്ട് ആത്മഹത്യ ചെയ്താന്ന് പറഞ്ഞ അതല്ല, ഇത് അസ്വാഭാവിക, ജ്യേഷ്ഠൻ തന്നെ പറയാം അസ്വാഭാവിക മരണമായിട്ട് പിന്നെന്ത് ചെയ്യാണ് ഈ ആത്മഹത്യ, പോലീസ് എഴുതി തള്ളുകയാണ്. വിളിച്ചു വരുത്തി തന്റെ അനുജന്റെ മരണത്തിൽ ഉത്തരവാദികൾ കണ്ടമൺകടവിലെ RSS പ്രവർത്തകരാണെന്നും തന്റെ അനുജനും RSS പ്രവർത്തകരും ചേർന്നാണ് 2018 ആശ്രമം കത്തിച്ചതെന്ന് മരണത്തിന് മുമ്പ് തന്റെ അനുജൻ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തുകയും തുടർന്ന് വിളിപ്പിൽശാല സ്റ്റേഷനിൽ സോയൻസോ ക്രൈമായി അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവി, അത് DGPയാണ് പിന്നെ രണ്ടാമതിന് ഉത്തരവിടുന്നത്. ഈ കേസ് അന്വേഷിച്ച് വരവെ ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര് പറയുന്നു. ആശ്രമം കത്തിച്ച കേസുമായി ബന്ധമുണ്ടെന്ന് കണ്ട് ടിയാനെ ആ കേസിൽ ഉൾപ്പെടുത്തുകയും തുടർന്ന് അന്വേഷണത്തിൽ പ്രശാന്തിന്റെ വെളിപ്പെടുത്തൽ ഭാഗികമായി ശരിയായിരുന്നുവെന്നും കൃഷ്ണകുമാറും പ്രകാശും ശബരിയും ചേർന്നാണ് ആശ്രമം കത്തിച്ചതെന്നും കൌൺസിലറായ BJPയുടെ കൌൺസിലറാണ് ഗിരികുമാറാണ് ആയതിലേക്ക് പ്രേരണ നൽകിയത് എന്ന് കണ്ടെത്തി കൃഷ്ണകുമാറിനെയും ശബരിയെയും ശ്രീ ഗിരികുമാറിനെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അത് ഈ ഉദ്യോഗസ്ഥൻ ചെയ്യാണ് രണ്ടാമത് അന്വേഷിച്ച്. എന്നിട്ട് ഇനി പറയുന്നതാണ് ക്രൈം 479 ഞാൻ പറഞ്ഞ ആദ്യത്തെ കേസിൽ എന്റെ അന്വേഷണത്തിൽ താഴെ പറയുന്ന ഗുരുതര വീഴ്ചകൾ ആദ്യ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീ VS ദിനരാജന്റെയും അദ്ദേഹത്തെ സഹായിക്കാൻ നിയോഗിച്ച ഷാഡോ ടീമിന്റെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഈ കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് DYSP കൊടുത്ത പോലീസിന് കൊടുത്ത സീക്രട്ട് റിപ്പോർട്ടാ ഉണ്ടായിട്ടുണ്ട്. ഇനി എന്താണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതെന്നും കൂടി മനസ്സിലാവുമ്പോൾ ഇതിന്റെ ഗ്രാവിറ്റി നമുക്ക് മനസ്സിലാവുള്ളൂ. 27/10/2018 മുതൽ 25/2/2019 വരെ ACP ധനരാജാണ് ടി കേസിന്റെ അന്വേഷണം നടത്തിയിട്ടുള്ളത്. കൃത്യസ്ഥലം അഹസർ തയ്യാറാക്കവെ സ്ഥലത്ത് നിന്ന് കണ്ട PK ഷിബുവിന്റെ ആദരാഞ്ജലികൾ ഇത് സൂചന മാത്രമെന്ന് കയ്യെഴുത്തോടു കൂടിയ പൂക്കൾ കൊണ്ട് ഉണ്ടാക്കിയ റീത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർ ബന്ദോബസ്തിലെടുക്കുകയും അന്നേ ദിവസം തന്നെ KPF 151A ഫോറത്തിൽ ചേർത്ത് കോടതിക്ക് അയക്കുകയും ബഹുമാനപ്പെട്ട കോടതി T-325/18 നമ്പറായി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് എക്സിബിറ്റ് 10 കൊണ്ട് വ്യക്തമാണ്. എന്നാൽ ടി നമ്പർ ഇട്ട ശേഷം കോടതി ആയത് സൂക്ഷിക്കുന്നതിന് തിരിച്ചേൽപ്പിക്കും. സ്വാഭാവികമാണ്, എല്ലാം കൂടെ കോടതിയിൽ വെക്കാൻ കഴിയില്ല. ചില ഇതുപോലത്തെയുള്ള തെളിവിലേക്കുള്ള മുതലുകൾ പോലീസിന് തന്നെ അക്നോളജ്മെന്റ് കൊടുത്തുകൊണ്ട് തിരിച്ചേൽപ്പിക്കും. അങ്ങനെ കോടതിയിൽ കൊടുത്ത ഈ റീത്ത് കോടതി തിരിച്ച് പോലീസിന്റെ സുരക്ഷിതമായി സൂക്ഷിക്കാൻ കൊടുക്കുകയാണ്. ഇതൊക്കെ സ്വാഭാവികമായിട്ട് കേസിൽ നടക്കുന്ന കാര്യങ്ങളാണ്. കോടതി ആദ്യം സൂചിപ്പിച്ച് തിരിച്ചേൽപ്പിച്ചിട്ടുമുണ്ട്. എക്സിബിറ്റ് 4 കൊണ്ട് ഇക്കാര്യം വ്യക്തമാണ്. തിരിച്ചേൽപ്പിച്ച കൈയെഴുത്തടങ്ങിയ റീത്ത് കോടതി ഡ്യൂട്ടി ചെയ്തു വന്നിരുന്ന SI G ഷിൻ ആൻഡ് ബിജു RJ കോടതിയിൽ നിന്നും വാങ്ങി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നും എക്സിബിറ്റ് 1, 2, 3 പറയുന്നു. അങ്ങനെ വന്ന് പിന്നെ പറയുന്നത് എന്നാൽ ഈ റീത്തും അതിന്മേലുള്ള വെള്ള പേപ്പറിൽ എഴുതിയ ഭീഷണി കൈയെഴുത്തും ഇപ്പോൾ സ്റ്റേഷനിലില്ല. കാരണം ആ കൈയെഴുത്ത് ആ റീത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഷിബുവിന്റെ ആദരാഞ്ജലികൾ എന്ന് അവർ എഴുതിയിട്ടുള്ള അത് കിട്ടിയിരുന്നെങ്കിൽ പോലീസിന് ഈ പ്രതികളുടെ കൈയെഴുത്ത് പരിശോധിക്കാമായിരുന്നു.
ഇൻവെസ്റ്റിഗേഷൻ അവിടെ എത്തുമ്പോഴേക്കും എന്തായി? ഈ കയ്യെഴുത്തിന്റെ ആ പേപ്പർ കോടതി പോലീസിനെ ഏൽപ്പിച്ചത് ഈ പറഞ്ഞ ടീം പൊക്കേണ്ട രീതിയിൽ പൊക്കി. ഉണ്ടായിരുന്ന കയ്യക്ഷരം സൂക്ഷിച്ചിരുന്നുവെങ്കിൽ അതാ പറയുന്നത്. എന്നാൽ ടി റീത്ത് അതിന്മേലുള്ള വെള്ള പേപ്പറിൽ എഴുതിയ ഭീഷണി കയ്യെഴുത്ത് ഇപ്പോൾ സ്റ്റേഷനിൽ ഇല്ല. എക്സിബിറ്റ് 12 കൊണ്ട് വ്യക്തമാണ്. ടി റീത്തിലുണ്ടായിരുന്ന കയ്യക്ഷരം സൂക്ഷിച്ചിരുന്നുവെങ്കിൽ പ്രതികളെ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഐഡന്റിഫിക്കേഷൻ നടത്താമായിരുന്നു. എന്നാൽ റീവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച മൂലമാണ് തൊണ്ടി മുതലായ റീത്തും കയ്യക്ഷരങ്ങളും നഷ്ടപ്പെട്ടത് എന്ന് വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടാണ്. പിന്നെ ആശ്രമം കത്തിക്കുന്നതിന് മുന്നോടിയായി 21-ാം തീയതി RSS ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിൽ ആശ്രമത്തിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട്. തലേദിവസം RSS മാർച്ച് നടത്തുന്നുണ്ട്. ഈ സമയത്തും ഭീഷണിപ്പെടുത്തുന്നതും പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളും ആവലാതിക്കാരനെതിരെ ആശ്രമത്തിനെതിരെയും വിളിച്ചിരുന്നു. കൃഷ്ണകുമാർ, ശബരി, ഗിരീഷ് കുമാർ, പ്രകാശ് എന്നിവർ ഉൾപ്പെടെയാണ് ആശ്രമത്തിലേക്ക് മാർച്ച് നടത്തിയതെന്ന് വ്യക്തമായിട്ടും കണ്ടോൺമെന്റ് ഭാഗത്തു നിന്നുള്ള RSS പ്രവർത്തകരായ പ്രകാശിന്റെയും കൃഷ്ണകുമാറിന്റെയും CDR അന്വേഷണത്തിന്റെ ഭാഗമായി ശേഖരിച്ചില്ല. ഇന്ന ആളുകളാണ് ഈ സമരത്തിന് മുന്നിലുണ്ടായിരുന്നത്, അവരെ എനിക്ക് സംശയമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട സ്വാമി പറഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ CDR പരിശോധിച്ചിട്ടില്ല. വേറെ CDR പരിശോധിക്കുന്നുണ്ട്. അതിലേക്കാ വരുന്നത്. ഒരാവശ്യമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ CDR പരിശോധിച്ചിട്ടുണ്ട്. ഈ അക്രമം ചെയ്തവർ ഇന്ന ആളാണ് പോലീസ് പറഞ്ഞ് സ്വാമി പറഞ്ഞ ആളുകളുടെ CDR പരിശോധിച്ചിട്ടില്ല. ഒന്നാം പ്രതിയായി കണ്ടെത്തിയ പ്രകാശ് ശേഖരിച്ചിട്ടില്ല. മേൽ പറഞ്ഞവരുടെയും സംഭവ സ്ഥലത്തിന് സമീപം താമസിച്ച RSS BJP പ്രവർത്തകരുടെയും CDR ശേഖരിക്കാതിരുന്നതിനാൽ നിലവിലെ അന്വേഷണത്തെ അത് സാരമായി ബാധിച്ചിട്ടുണ്ട്. അപ്പൊ തൊട്ടടുത്തുള്ള RSS ഒരാളെയും CD പരിശോധിച്ചിട്ടില്ല. CDR. ഈ കേസിലെ ഒന്നാം പ്രതിയായി കണ്ടെത്തിയ പ്രകാശ് ആശ്രമം കത്തിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് ആശ്രമത്തിൽ സംഘം ചേർന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ വിവരം സാക്ഷിമൊഴികളിൽ നിന്നും വ്യക്തമായിട്ടും പ്രകാശിന്റെ CDRും ഈ അന്വേഷണ സംഘം പരിശോധിച്ചിട്ടില്ല. എക്സിബിറ്റ് 6 ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു രേഖ പ്രകാരം ഈ കേസിലെ A3 ആയി അറസ്റ്റ് ചെയ്യപ്പെട്ട ശബരി S. നായരെ ആദ്യമേ തന്നെ ഈ കേസിൽ സംശയിക്കുകയും ടിയാന്റെ CDR ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഈ ഏജൻസിയാണ് ചെയ്തത്. എക്സിബിറ്റ് 6ന്റെ 2ാം പേജിൽ S1 നമ്പർ 2 44 ശബരിയുടെ മൊബൈൽ നമ്പറുകളാണ്. ടി നമ്പറുകളിൽ വെളുപ്പിന് 2:30 മണിക്ക് ആശ്രമം കത്തിയ സമയം ആക്റ്റീവായിരുന്നത് എന്നും ശബരി വേറെ ചിലരെയൊക്കെ കോണ്ടാക്ട് ചെയ്തതും CDRൽ നിന്നും വ്യക്തമാണ്. ഈ പ്രകാശിന്റെ CDR പരിശോധിക്കുന്നത് ഈ പറയുന്ന DYSP ആണ്. അത് പരിശോധിക്കുമ്പോൾ രാത്രി 2:30 ഈ പറയുന്ന പ്രതി എന്ന് പറയുന്ന പ്രകാശ് ഈ ആശ്രമത്തിന്റെ പരിസരത്തുണ്ട്. ആ സമയത്ത് അദ്ദേഹം പലരും വിളിച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യം അന്വേഷിച്ചവര് പ്രകാശിനെ ചോദ്യം ചെയ്യാനോ ഈ രീതിയിൽ അന്വേഷണം നടത്താനോ തയ്യാറായിട്ടില്ല. അതാണ് DYSP ചൂണ്ടിക്കാണിക്കുന്നത്. കിട്ടിയിട്ടുണ്ട്. അതായത് ക്രോസ് വെരിഫൈ ചെയ്തതിൽ 10 നമ്പറും ശബരിയുടെ മെയിൻ മൊബൈൽ നമ്പറുകൾ ടി നമ്പറുകൾ വെളുപ്പിന് 2:30 മണിക്ക് ആശ്രമത്തിന് ആക്റ്റീവായിരുന്നതും ശബരി വേറെ ചിലരെയൊക്കെ കോൺടാക്ട് ചെയ്തതും CDRൽ കാണുക. ഇപ്രകാരം വ്യക്തമായുള്ള ചില വിവരങ്ങൾ കിട്ടിയിട്ടും ആയത് ക്രോസ് വെരിഫൈ ചെയ്യാതിരുന്നത് ആയിരുന്നു ACPയുടെയും ടി കേസിന്റെയും അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചിരുന്ന തിരുവനന്തപുരത്തെ ഷാഡോ ടീം അംഗങ്ങളുടെയും വീഴ്ചയാണ്. ഈ കേസ് തീയതി ACP ശബരിമല S. നായരെ 3/11/2011 തീയതി ACP ശബരി S. നായരെ ചോദ്യം ചെയ്തെങ്കിൽ ഈ ശബരി നായരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. പേരിന് ഗൌരവമായ സമീപനം ടിയാന്റെ CDR വെച്ച് ക്രോസ് ചെയ്യുന്നതിൽ കാണിച്ചിട്ടില്ല. അത് ചെയ്തിട്ടില്ല. കാരണം കാണിച്ചാൽ തെളിയും. എന്താ വേണ്ടത്? ഇത് സ്വാമി എന്നെ കത്തിച്ചു, അതിന്റെ പിന്നിൽ CPMമാരാണ്, സ്വാമിക്ക് പേരെടുക്കാനാണ്. അതുകൊണ്ട് ഈ ശബരിയുടെ CDR അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ പരിശോധിച്ചില്ല എന്നാണ് ഇത് അന്വേഷിച്ച് കണ്ടെത്തിയ ഉദ്യോഗസ്ഥൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ടിയാന്റെ CDR വെച്ച് ക്രോസ് വെരിഫൈ ചെയ്തില്ല. ആശ്രമത്തിലെ അന്തേവാസികളെ കേന്ദ്രീകരിച്ചാണ് ഈ കേസിന്റെ അന്വേഷണം കൊണ്ടുപോയത്. RSS പ്രവർത്തകർ ആശ്രമത്തിനെതിരെ സമരവും ബഹളവും നടത്തിയിട്ടും അവരെ കേന്ദ്രീകരിച്ച് കാര്യമായ ഒരു അന്വേഷണം നടത്തില്ല. അപ്പൊ ആശ്രമത്തിനുള്ള സ്വാമിന്റെ ആളുകൾ സ്വാമിനൊക്കെ എത്ര പ്രാവശ്യം ചോദ്യം ചെയ്തിട്ട് എനിക്കറിയില്ല. നിങ്ങൾ ഇത് കഴിഞ്ഞാൽ നിങ്ങൾ സ്വാമിയുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ സ്വാമിയിലേക്ക് ആണ് ആദ്യത്തെ ശ്രമം. അത് കഴിഞ്ഞിട്ട് ഇനി 2ാമത്തെ ശ്രമം നിങ്ങൾ കേട്ടോ എങ്ങോട്ടാ പോയത് എന്നുള്ളത്.
ആദ്യ അന്വേഷണത്തിൽ, അടുത്ത പാരഗ്രാഫാണ്, ആദ്യ അന്വേഷണത്തിൽ ആവലാതിക്കാരനുമായി ബന്ധമുള്ളവരെ സംശയിച്ചാണ് അന്വേഷണം മുന്നോട്ട് പോയിട്ടുള്ളത്. CDR ശേഖരിച്ചവരിൽ നീ കേട്ടോ, CPM തിരുവനന്തപുരം ജില്ലാ നേതാവ് IP ബിനു, സോൻസോ നമ്പർ 2. കണ്ണൂരിലെ CPM നേതാവ് കാരായി രാജൻ, മനസ്സിലായില്ലേ? തിരുവനന്തപുരത്തെ ആശ്രമം കത്തിച്ചേന് കാരായി രാജൻ, സോൻസോ നമ്പർ. DYFIയുടെ നേതാവ് സുബിൻ, CPM വലിയ വിള ബ്രാഞ്ച് സെക്രട്ടറി ദിനേശ് എന്നിവരുടേതടക്കം മൊബൈൽ നമ്പറുകൾ CDR ശേഖരിച്ചിട്ടുണ്ട് എന്ന് എക്സിബിറ്റ് 6 കൊണ്ട് വ്യക്തമാകുന്നു. ഇനി അദ്ദേഹം ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയാണ്, ഇത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമല്ല, അവരെ എങ്ങനെയാണ് കേസിലേക്ക് സംശയിച്ചതെന്നും വ്യക്തമല്ല, CD ഫയലിൽ രേഖപ്പെടുത്തി കാണുന്നില്ല, ഇത് കൃത്യമായ അധികാര ദുർവിനിയോഗമാണ്. അപ്പൊ എന്തായി പറഞ്ഞതിന്റെ അർത്ഥം? ഈ CDR പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസന്വേഷണത്തിൽ അത് പറയണം. CDR രേഖപ്രകാരം ഈ പരിശോധിച്ച നമ്പറുകളിൽ ഈ പറഞ്ഞ കാരായി രാജൻ ഉൾപ്പെടെയുള്ള IP ബിനു അടക്കമുള്ള എല്ലാവരും, IP ബിനുവിനായിരുന്നു മറ്റേ കേസ് കൊടുക്കാൻ നോക്കിയിരുന്നു, ഏത് നമ്മുടെ AKG സെന്ററിൽ പോകാൻ പറഞ്ഞതിൽ. അതിനുവേണ്ടി ഒരുപാട് അസാധു നടന്നിട്ടുണ്ട്. അവസാനം എന്തായി? ഒളിച്ചു വെച്ചിട്ടും സത്യം പുറത്തു വന്നു. ആരാണ് കത്തിച്ചത്? അതുവരെ ആരായിരുന്നു? CPMമാര് കത്തിച്ചു. പേരെടുക്കാൻ ഈ ഒരു കള്ളക്കേസ് ഉണ്ടാക്കാൻ വേണ്ടി, ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ആ ശ്രീമതി ടീച്ചർ ഒക്കെ ആ സമയത്ത് അവർ ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു. ബഹളം കേട്ട്, ശബ്ദം കേട്ട് ഞെട്ടിപ്പോയി. എന്തൊക്കെ ട്രോളായിരുന്നു അവരൊക്കെ പേരിലുണ്ടായിരുന്നത്. മനുഷ്യന് പുറത്തിറങ്ങാൻ പറ്റാത്ത കോലത്തിലായി. ആ ബിനുവിന്റെ നമ്പറാണ് വീണ്ടും എടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങോട്ടേക്കാണ് ഈ RSS ഈ കേസ് കൊണ്ടുപോയിട്ടുള്ളത്? എത്രത്തോളമാണ് ഈ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ RSSന്റെ അകത്ത്, പോലീസിന്റെ അകത്ത് RSS പ്രവർത്തിക്കുന്നു എന്നതിന്റെ എന്താ പറയുക, ജീവിക്കുന്ന തെളിവാണ്. അങ്ങനെ എക്സിബിറ്റ് C കൊണ്ട് വ്യക്തമാക്കുന്നു. ഇത് ഏതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമല്ല. എന്തിനാണ് ഇവരുടെ CDR എടുത്തത്, എങ്ങനെയാണ് കേസിലേക്ക് സംശയിച്ചതെന്നും CDയിൽ ഫയലിൽ രേഖപ്പെടുത്തി കാണുന്നില്ല. ഇത് കൃത്യമായ അധികാര ദുർവിനിയോഗമാണ്. അധികാര ദുർവിനിയോഗം. കേസ് അന്വേഷണത്തിന്റെ മറവിൽ മറ്റു ഫോൺ നമ്പറുകൾ CDR യാതൊരു ന്യായീകരണവും മാനദണ്ഡവുമില്ലാതെ ഏറ്റെടുക്കുന്നത് തികച്ചും നിയമവിരുദ്ധമാണ്. ഇത് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് DYSP ഹയർ അതോറിറ്റി കൊടുത്ത പോലീസ് റിപ്പോർട്ടാണിത്. റിപ്പോർട്ടിനോടൊപ്പം എക്സിബിറ്റ് ഷാഡോ ആയി പിന്നെ ഈ പറയുന്നത് CCTV ഫുട്ടേജുകൾ പൂർത്തി കേസിലെ കൃത്യസ്ഥലത്തിന് സമീപമുള്ള വീട്ടിലെ CCTV ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ 27/10/2 ഇവര് പരിശോധിക്കാനുണ്ടോ? ആ സമയത്ത് ബൈക്ക് പോയത് ഇവർ കാണുന്നുണ്ട്. ഈ വക മേഖലകളൊന്നും പരിശോധിച്ചിട്ടില്ല. പിന്നെ അതിന്റെ കാര്യങ്ങളാണ് പറഞ്ഞ് CCTVയുമായി ബന്ധപ്പെട്ടിട്ടില്ല. മറുപടിയിൽ പരാമർശിച്ചിട്ടുള്ള അത്തരമൊരു CCTV ഫുട്ടേജ് എന്റെ ഓഫീസിൽ ഹാജരാക്കിയിട്ടില്ലാതെമാകുന്നു. മുൻ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന കന്റോൺമെന്റ് പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ ദിനരാജ് VSൽ നിന്നുമുണ്ടായ മേൽപ്പറഞ്ഞ വീഴ്ചകൾ ഗൌരവ സ്വഭാവമുള്ളതിനാൽ മേലുദ്യോഗസ്ഥരുടെയും കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചിരുന്ന തിരുവനന്തപുരം സിറ്റി ഷാഡോ ടീം അംഗങ്ങളായ സോയൻസോ GSI പോലീസ് ഉദ്യോഗസ്ഥരുടെയും അജിത് എന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി സ്വീകരിക്കുന്നതിനായി റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അവർക്കെതിരെ നടപടി സ്വീകരിച്ച് സസ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഡിസ്മിസ് ചെയ്യണം എന്നതാണ് ഇതിന്റെ ഒരു ഹയർ അതോറിറ്റി നോക്കിയത് കാണുക. എന്നിട്ട് ഉള്ളടക്കം ചെയ്യുന്നത്, ഒന്ന് പൂജപ്പുര പോലീസ് സ്റ്റേഷനിലെ മെറ്റൽ റൈറ്ററായിരുന്ന SIG സുജിത് കുമാർ കെയുടെ മൊഴി പകർപ്പ്. അപ്പൊ ഇതിൽ കൊടുത്ത ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ള പകർപ്പാണ് ഇതിലുള്ളത്. അപ്പോ ഇതാണ് സ്ഥിതിവിശേഷം. ഇനി ഇതിനോടനുബന്ധിച്ചിട്ട് ബഹുമാനപ്പെട്ട സ്വാമിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അത് ഞാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹം ഏപ്രിൽ സ്വാമി തിരുവനന്തപുരം കുണ്ടമൻ ഭാഗം സാളാഗ്രാമം ആശ്രമിച്ച ഞാൻ അയച്ചെന്ന പോലെ അന്നത്തെ അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ ഈ DYSP ഈ പറഞ്ഞതുപോലെ ഇത് കള്ളക്കളി നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം BJPയുടെ ഏജന്റ് ആണെന്ന് പറഞ്ഞിട്ട് അന്ന് സ്വാമിയിട്ട അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഇതാണ് കേരളത്തിലെ പോലീസിന്റെ ഇടയിൽ ഈ പറഞ്ഞ ക്രിമിനൽ സംഘത്തെയും ആ ക്രിമിനൽ സംഘത്തോടൊപ്പം ഈ ഗവൺമെന്റിനെ ഏതെല്ലാം നിലയിൽ പ്രതിസന്ധിയിൽ ഈ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാൻ കഴിയോ അതിന് മുഴുവൻ നേതൃത്വം നൽകിയ
ADGP അജിത് കുമാറിനോടൊപ്പം നിൽക്കുന്ന ഒരു വലിയ സംഘം ഇവിടെയുണ്ട് എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. ഇവിടെയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പ്രസക്തി വരുന്നത്. പാർട്ടി ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മുഖ്യമന്ത്രിയോടൊപ്പം നിയമിച്ച് അദ്ദേഹത്തിന്റെ പ്രധാനമായ ഡ്യൂട്ടി എന്താ? ഇത്തരം കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കുകയും പഠിക്കുകയും പാർട്ടിക്ക് റിപ്പോർട്ട് ചെയ്യുകയും ഗവൺമെന്റിന് റിപ്പോർട്ട് ചെയ്യുകയും തെറ്റായ നിലപാടെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശന നടപടികളെടുക്കുകയും കള്ളക്കേസിൽ കൊടുക്കുന്ന അതിന്റെ അനീതി പോലീസിന്റെ ഭാഗത്തുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യുകയും നല്ല ഓഫീസർമാരെ അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകി കുറ്റമറ്റ രീതിയിൽ പോലീസ് സംവിധാനത്തെ നിലനിർത്തി കൊണ്ടുപോയി ഗവൺമെന്റിനും ജനങ്ങൾക്കും ആശ്വാസം നൽകുന്ന ഒരു സംവിധാനമായി കേരളത്തിന്റെ പോലീസിനെ നിലനിർത്താൻ പാർട്ടി ഉത്തരവാദിത്തപ്പെടുത്തിയ പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം ആ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടില്ല. ഇങ്ങനെ റിപ്പോർട്ട് കിട്ടിയിട്ട് എന്തുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി കണ്ടില്ല? ഇന്റലിജൻസ് RSS നേതാവിനെ ഈ പറയുന്ന ADGP അജിത് കുമാർ കണ്ടിട്ടുണ്ടെന്ന് മാസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്തപ്പോ എന്തുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി അത് കണ്ടില്ല? പിന്നെ എന്ത് ഉത്തരവാദിത്തം? അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമില്ലായ്മ അത് ഈ പാർട്ടിയെയും ഈ ജനങ്ങളെയും എത്രത്തോളം ബാധിക്കുന്നു. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നത് തന്നെയാണ് എന്റെ പരാതി. അതിനെ ഈ പറയുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ആണ്. കേരളം കണ്ട ഏറ്റവും വലിയ സമരമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയത് സോളാർ കേസ്. ആ കേസ് അട്ടിമറിച്ചതിന്റെ കാര്യങ്ങൾ വിശദമായി ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിന്റെ പിന്നിലും ഈ അജിത് കുമാറാണ്. എന്തുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടിയ ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഇത് അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല? അതുകൊണ്ട് ഈ പാർട്ടി പറയട്ടെ. ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറിക്ക് ഞാൻ ഈ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് എന്റെ അടുത്ത് വേറെയും ഒരുപാട് തെളിവുകളുണ്ട്. ഇപ്പൊ പാർട്ടി സെക്രട്ടറി ഇന്ന് നമ്മുടെ LDF നേതാവ് സഖാവ് TP ഒക്കെ പറഞ്ഞല്ലോ, അൻവർ എഴുതി തന്നിട്ടില്ല. ഞാൻ എഴുതി കൊടുത്തിട്ടില്ല. ഞാൻ എഴുതി കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ. അത് കൃത്യമായി എഴുതി കൊടുക്കും. എന്നിട്ട് പാർട്ടി പഠിച്ചാൽ തീരുമാനം എടുക്കട്ടെ. എത്ര വിഷയത്തിൽ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഈ പോലീസിന്റെ അകത്ത് ഇത്തരത്തിൽ ഈ ഗവൺമെന്റിനെയും പാർട്ടിയെയും പ്രതിസന്ധാക്കാനും പ്രതിപക്ഷത്തെയും BJPയെയും RSSനെയും സഹായിക്കാനും ഒരു സംഘം നന്നായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ആവർത്തിച്ച് പറയുന്നു. അതിന്റെ ഒരു തെളിവ് കൂടിയാണ് നിങ്ങളുടെ മുന്നിൽ ഹാജരാക്കുന്നത്. ഇനിയും വേറെ തെളിവുകൾ വരുന്നുണ്ട്. വി വിൽ വെയിറ്റ് ആൻഡ് സീ. ജോലിയുടെ ഉത്തരവാദിത്ത രാജ്യത്വം എന്നുള്ളതിനപ്പുറത്ത് ഈ RSS നേതാക്കളുമായിട്ടുള്ള ADGPയുടെ ബന്ധമൊക്കെ പൂഴ്ത്തിവെക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ രാഷ്ട്രീയപരമായ എന്തെങ്കിലും ലക്ഷ്യം കൂടി ഉണ്ടാകുമോ? അല്ല, അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായ ലക്ഷ്യം കൂടുതലുണ്ടോ, എന്താണ് അതിൽ സംഭവിച്ചത് എന്നുള്ളത് പാർട്ടിയും ഗവൺമെന്റും പരിശോധിക്കേണ്ടത്. അതെനിക്ക് പറയാൻ കഴിയില്ല. ഒരു പൊതുസമൂഹത്തിലെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക്, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലക്ക്, ഒരു സഖാവ് എന്ന നിലക്ക് ഈ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ഒരു വ്യക്തി ആ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടില്ല എന്ന എന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അതിന്റെ പിന്നാമ്പുറമുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അത് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പരിശോധിക്കുമല്ലോ. ആദ്യത്തെ അന്വേഷണ സംഘത്തിലെ ഒരാളാണ് അദ്ദേഹം. അതെ, അന്വേഷണ സംഘത്തിലെ ഒരാളാണ്. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ സ്വാമിയെ വിളിച്ചാൽ നിങ്ങൾ തിരഞ്ഞെടുത്ത ആളുകൾ പോയി നോക്കിയാൽ അതിന്റെ വിവരങ്ങൾ കിട്ടും. അതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. കുറച്ചും കൂടി കാര്യങ്ങൾ സ്വാമി എത്രത്തോളം ഇതിന് കഷ്ടപ്പെട്ടിട്ടുണ്ട്, പൊതുസമ്മതത്തിന് മുമ്പ് അദ്ദേഹം എത്രത്തോളം മാനഹാനി അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. കേസിൽ കൊടുക്കാൻ നോക്കിയിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ അവര്. മനസ്സിലായോ? അദ്ദേഹത്തിന്റെ നന്മ കൊണ്ടും എന്താ പറയാ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കൊണ്ടും ആ നന്മ കൊണ്ട് പടച്ചവനായിരിക്കും ഒരു പക്ഷേ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ അയാളെയും കൂട്ടിയിട്ട് ഇപ്പൊ ഇടവണ്ണ റിദാൻ കേസ് പോലെയൊക്കെ ഈ പറയുന്ന ഇവിടെ നടക്കുന്ന ഈ സംവിധാനത്തിൽ എന്ത് അട്ടിമറി നടത്താൻ ശേഷിയുള്ളവരാണ്. നിസ്സഹായരായി പോവല്ലേ. എന്താണ് പോലീസ് സ്റ്റേഷൻ? പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ അവസാനത്തെ അത്താണിയാണ്, അല്ലേ? അവിടെ ആരാ ഉണ്ടാവേണ്ടത്? ഈ രാജ്യത്ത് നീതി നടപ്പിലാക്കുന്ന ഒരു സംവിധാനത്തിനാണ്. അതിനാണല്ലോ ഈ ഗവൺമെന്റ് കിണഞ്ഞ് ശ്രമിക്കുന്നത്. ആ രീതിയിലുള്ളൊരു സംസ്ഥാനമാണല്ലോ കേരളത്തിൽ. ഏറ്റവും നല്ല ക്രമസമാധാന സംവിധാനമുള്ള നാടാണ് ഈ നാട്. ഇവിടെ ഒരു പ്രശ്നമില്ല. ഏത് സ്ത്രീക്കും ഏത് പാതിരാത്രിയും എവിടെയും ഇറങ്ങി നടക്കാം. ഇതെല്ലാം നിൽക്കുകയാണ്. സൈബറിൽ ഇപ്പൊ ഈ പോലീസിന്റെ ഇടപെടലിൽ സംസ്ഥാന നാഷണൽ അവാർഡ് ഒരാഴ്ച മുമ്പാണ് ഈ സംസ്ഥാനത്തിന് കിട്ടുന്നത്. ഇങ്ങനെയൊക്കെ നന്മയോടുകൂടി പ്രവർത്തിക്കുന്ന, സത്യസന്ധരായി പ്രവർത്തിക്കുന്ന IPS ഉദ്യോഗസ്ഥരും അവർക്ക് താഴെയുള്ള ഒരുപാട് പോലീസ് ഓഫീസർമാരും സാധാ പോലീസുകാരും ഒക്കെയുള്ള ഈ ഒരു നല്ല ഒരു സിസ്റ്റത്തെ ഈ വിരലിലുണ്ടാവുന്ന ചില ക്രിമിനൽ സംഘങ്ങൾ തകർത്ത് മനുഷ്യന്റെ മുമ്പിൽ പോലീസുകാരനാണ് എന്ന് പറഞ്ഞ് പുറത്തിറങ്ങാൻ
കഴിയാത്ത വിധമാക്കുന്നു. അതിജീവിതകളുമായൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി പുറത്തു വരാൻ നിൽക്കുന്നേ ഉള്ളൂ. ഇവരൊക്കെ മനുഷ്യരാണെന്ന് നമുക്ക് തോന്നിപ്പോകും. മനസ്സിലായില്ലേ? കേസിൽ ഉൾപ്പെട്ട മക്കളുടെ വീട്ടിൽ അവർ ജയിലിലായി കഴിഞ്ഞാൽ ഭർത്താവ് ഇല്ലെങ്കിൽ രാത്രി പോയിട്ട് വീടിന് പോയിട്ട് വാതിലിൽ മുട്ടുന്ന ഡാൻസ് സ്റ്റാഫുകാര് ആരാണ് നേതൃത്വം നൽകുന്നത്? ഈ IPS ഓഫീസർ സുജിത്താസ് അല്ലേ? പുതുതായി ഈ സേനയിലേക്ക് കടന്നു വരുന്നവർക്ക്, ചെറുപ്പക്കാർക്ക് എന്താ അവർക്ക് കൊടുക്കാനുള്ള മെസ്സേജ്? എന്ത് തമ്മാടിത്തം ചെയ്തോ എന്റെ കൂടെ നിന്നാ മതി. കൊന്നാലും കൊല വിളിച്ചാലും കട്ടാലും വ്യഭിചരിച്ചാലും ബലാത്സംഗം ചെയ്താലും രാത്രി വീടിന് പോയി വാതിലിന് മുട്ടിയാലും ഞാൻ സംരക്ഷിക്കും. പക്ഷേ നിങ്ങൾ എന്റെ അടിമകളായിരിക്കണം. എവിടെ എത്തും ഈ പോലീസ്? അവിടെയാണ് നിന്റെ വിഷയം. അതുകൊണ്ടാണ് ഞാനിത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി പരിശോധിക്കണം. സ്വർണ്ണമൊക്കെ തട്ടിയാൽ കാശേറ്റ് പോയി, അത് പോട്ടെ, അതെന്റെ വേറെ വഴിക്ക് നടക്കട്ടെ. പക്ഷെ ഇവിടെ വിശ്വസിച്ച് മനുഷ്യന്റെ രക്താണി എന്ന് ഓടിക്കേറുന്ന ഒരു അതിജീവിത ചെന്നൊരു പരാതി പറയുമ്പോ എന്നെ എങ്ങനെ പീഡിപ്പിച്ചു എന്ന് പറയുമോ, നീ ബാക്കിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് എടുക്കാം എന്ന് പറഞ്ഞു കൊണ്ടുപോയി വീണ്ടും പീഡിപ്പിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥര് നാട്ടിലുണ്ടെങ്കിൽ എന്താ സ്ഥിതി? ആരവരെ സംരക്ഷിക്കുന്നത്? അത് തന്നെയാണ് ഇവിടുത്തെ വിഷയം. അല്ല, PV Anwar ഭ്രാന്തായിട്ടൊന്നുമല്ല, ഇത് പറയണ്ടേ? എത്ര കാലം ഇത് ഒളിച്ചു വെക്കും? ഇത്രയും വിഷയത്തിൽ പറയാനുള്ളൂ. ഇത് സമയങ്ങളുണ്ട്. ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ പരാതി പറയുന്ന MLA ഇത് നേടുന്നുണ്ട്. അതെ, നാളെ മറ്റന്നാളെ കൊടുക്കും. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ആഭ്യന്തരമന്ത്രിയുടെ നെഞ്ചത്തേക്ക് ഇത് തിരിച്ചിട്ട് കാര്യമില്ല. ഇത് പാർട്ടി തിരിച്ചു. ഇതെല്ലാം ആ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ആ മറക്കപ്പുറത്തേക്ക് പോകുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയങ്ങളിൽ തന്നെ അദ്ദേഹത്തിന് സമയമല്ല. എന്തെല്ലാം കാര്യങ്ങൾ ഈ നാടിന് ചെയ്തിട്ടുള്ള ഒരു ഗവൺമെന്റാണ്. ഈ 8 വർഷം കൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഇത്രമാത്രം ആശ്വാസം നൽകിയ ഒരു ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിന് മനുഷ്യർക്ക് ആശ്വാസവും ഈ നാടിന്റെ വികസനമായിട്ട് പോവുകയാണ്. അപ്പൊ കുറച്ച് പോലീസുകാരെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഏൽപ്പിച്ച് അത് കൃത്യമായി നിർവഹിക്കുന്നു പറഞ്ഞു. അവര് വഞ്ചിച്ചാൽ എന്ത് ചെയ്യും? ഞാൻ ഇതിന് മുമ്പും പറഞ്ഞതാണ്. നമ്മുടെ ഭാര്യ മക്കളെ നമ്മളെ വഞ്ചിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ ചോദ്യം ചെയ്യിക്കുന്ന നിങ്ങളെയും ഗതി ഏതാണ്, ഈ ഇരിക്കുന്ന എന്റെയും ഗതി ഏതാണ്? ഇത് 2010 മാഷ. അത് കാര്യം നിങ്ങൾ മനസ്സിലാക്കി. ഈ റിപ്പോർട്ട് കൊടുക്കാൻ 2023. ഈ റിപ്പോർട്ട് പൂഴ്ത്തി ഞാൻ പറഞ്ഞത്. ആ കേസ് നടക്കുന്നത്. ഈ റിപ്പോർട്ട് പരിശോധിക്കണ്ടേ? ഈ റിപ്പോർട്ട് ഈ പറയുന്നതാണ് ഈ പറഞ്ഞത്. എന്നാ ഈ റിപ്പോർട്ട് കൊടുക്കുന്നത് 23-നാണ്, 10/5-ന്, 11/5-ന്. ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞു. ഓഫീസിൽ വിശ്വസിച്ച് ഏൽപ്പിച്ചവർ പൂഴ്ത്തി. അതാ ഞാൻ പറഞ്ഞത്. അല്ല, പാർട്ടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്നാ അവിടെ എടുക്കൂലേ? പാർട്ടി ഇതിന് വെക്കുവോ? പാർട്ടിയെ മുഴുവൻ ഇരുട്ടിൽ നിർത്തിയിരിക്കല്ലേ? അല്ല, പാർട്ടി ഇപ്പൊ അറിയല്ലോ, അറിഞ്ഞ നടപടി എടുക്കുമല്ലോ. പാർട്ടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിലപാടെടുക്കാതിരിക്കാൻ കഴിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്? അല്ല, അദ്ദേഹത്തിന്റെ ഈ മികവ് എന്താന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ വാസ്തവം ഉണ്ടോന്നില്ല. പാർട്ടി അന്വേഷണമുണ്ട്. എങ്ങനെ ഇല്ല, അതിന്റെ പുനരന്വേഷണം, അതിന്റെ അന്വേഷണമൊക്കെ വേറെ നടക്കുന്നുണ്ട്. മറ്റേ തെളിവുകൾ വേറെ മറ്റേ നമുക്ക് അപ്പാലേക്കുന്നു. അവിടെ എത്തുമ്പോൾ നോക്കാൻ മതി. ഞാൻ ആ കാര്യത്തിൽ എന്റെ അഭിപ്രായം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? ഇനി പിന്നെ ഞാനത് പറയണോ? നിങ്ങളെന്നെ പറയുന്നത് ബോറടിക്കുന്നു. പിന്നെ ബോറടിപ്പിക്കുന്ന ചോദ്യം നിങ്ങൾ തന്നെ ചോദിക്കുക. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ തീർത്ത് പറഞ്ഞില്ലേ, മാറ്റാതെ എങ്ങനെ മുന്നോട്ട് പോകും? ഒരു സംവിധാനം മുന്നോട്ട് കൊണ്ടേ. അല്ല, ഇപ്പൊ എനിക്ക് ഓർഡർ ഇടാൻ പറ്റുമോ? മാറ്റാൻ എനിക്ക് വാക്കാൻ പറയാന്നല്ലാതെ.
എഴുതിക്കെതിരെ പറയുന്നു. ആളുകൾ പ്രത്യേകിച്ച് അവർ മാറ്റുന്നില്ല, അതിന്റെ നടപടി കഴിഞ്ഞില്ല. ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോലും പാർട്ടിക്ക് ഇതിനെപ്പറ്റി ഒരു പ്രാഥമിക ബോധ്യം പോലും വരുന്നില്ല. എനിക്കതിൽ തിരക്കില്ല, പക്ഷേ എനിക്കതിൽ തിരക്കില്ല. ഇതിൽ തീരുമാനം ഉണ്ടാകും. അല്ല, ധൃതിയില്ലല്ലോ. വാട്സാപ്പ് ബ്ലോക്ക് ചെയ്തല്ലോ. അതെ അതെ അതെ, എന്ന് ശരിയാ. പ്രതീക്ഷ റെഡിയായോ? റെഡിയിട്ടില്ല, റെഡിയിട്ടില്ല. അതിന്റെ പിന്നിലെന്താ? അല്ല, ഞങ്ങൾ പിന്നെ ഒരു നമ്പറിലേക്ക് എടുക്കുന്നില്ല, നമ്മൾ പല നമ്പറിലായിട്ട് പല വഴിക്കും നോക്കുന്നുണ്ട്. പുതിയ നമ്പർ എടുത്താൽ തന്നെ സ്ഥിതി വെറുതെ കാശ് പോകുന്നല്ലാതെ. ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടുവെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തി എന്നാണ് PV അൻവറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഇതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി ഉണ്ട് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് PV അൻവർ ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി അറിയാതെ പല കാര്യങ്ങളും P ശശി മുക്കുന്നു എന്നുള്ള കാര്യവും PV അൻവർ ഉന്നയിക്കുകയാണ്. ഇതിൽ സന്ദീപ് ആനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച സംഭവത്തിൽ വലിയ അട്ടിമറി ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുണ്ടായിരുന്നു. ഇതും പൂഴ്ത്തി ബാരിക്കേഡിൽ തട്ടി തകരുകയാണ് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്താൻ പോകുന്ന വിവരങ്ങൾ എന്നാണ് PV അൻവർ പറയുന്നത്. ഇതിന് പിന്നിലെല്ലാം P ശശി എന്ന ബാരിക്കേഡാണെന്നാണ് അൻവറിന്റെ ഗുരുതരമായ ആരോപണം. P ശശിക്കെതിരെ വീണ്ടും ആരോപണം ഉന്നയിക്കുകയാണ് PV അൻവർ. പാർട്ടി ഇക്കാര്യങ്ങൾ പരിശോധിക്കുമെന്നാണ് അൻവർ പറയുന്നത്. അതുപോലെ തന്നെ നേരത്തെ P ശശിക്കെതിരെ പരാതി നൽകിയിരുന്നില്ല മുഖ്യമന്ത്രിക്കും CPM-നും PV അൻവർ. പക്ഷേ ഇനി അത് എഴുതി നൽകും എന്നുള്ള കാര്യവും PV അൻവർ പറയുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ നോക്കാം. മാറ്റങ്ങൾ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനം, ഒരു മാസത്തിന് ശേഷം സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ എന്തുണ്ട് എന്നുള്ളതാണ്. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ നിലനിൽക്കുന്നതാണോ, അതിൽ വസ്തുതയുണ്ടോ, അതിൽ നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. സംസ്ഥാനത്ത് ആദ്യമായിട്ടായിരിക്കാം ഒരു ജില്ലയിലെ എല്ലാ DYSPമാരെയും തെരഞ്ഞെടുപ്പ് കാലത്ത് അല്ലാതെ സ്ഥലം മാറ്റുന്നത്. മലപ്പുറത്ത് 8 DYSPമാരാണ് ഒറ്റയടിക്ക് മറ്റ് ജില്ലകളിലേക്ക് മാറിപ്പോകുന്നത്. പുതിയതായിട്ട് മലപ്പുറം ജില്ലയിൽ അത്ര പരിചിതരല്ലാത്ത ഉദ്യോഗസ്ഥരാണ് വരുന്നത്. ഇത് അൻവറുമായിട്ടുള്ള ഒത്തുതീർപ്പാണോ എന്ന് ചോദിച്ചാൽ, അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ അതിൻ്റെ തുടർ നടപടികളായിട്ട് വേണം ഈ സ്ഥലം മാറ്റത്തെ കാണുവാൻ. പക്ഷേ അൻവർ ഉന്നയിച്ച, ഇപ്പോൾ സ്ഥലം മാറിപ്പോകുന്ന ഉദ്യോഗസ്ഥർ എല്ലാവരും അൻവർ ആക്ഷേപം ഉന്നയിച്ചവരല്ല. SP ശശിധരനാണ് അൻവറിൻ്റെ ആക്ഷേപങ്ങൾക്ക് നേരിട്ട് ഇരയായത്. മറ്റുദ്യോഗസ്ഥരൊക്കെ ഏതാണ്ട് ഒരു മാസം മാത്രമായിട്ടേ ഉള്ളൂ മലപ്പുറം ജില്ലയിൽ തിരിച്ചെത്തിയത്. അതായത് ജൂലൈ ഓഗസ്റ്റോടെയാണ് അവർ ഈ തെരഞ്ഞെടുപ്പ് കാലത്തിന് ശേഷമുള്ള റീഷഫ്ലിംഗിൽ മലപ്പുറം ജില്ലയിൽ തിരിച്ചെത്തിയത്. ഇവരൊക്കെ മലപ്പുറം ജില്ലയിൽ മുൻപ് സേവനമനുഷ്ഠിച്ച പരിചയമുള്ളവരാണ്. അപ്പോൾ അൻവർ ആക്ഷേപം ഉന്നയിച്ച ഉദ്യോഗസ്ഥരെയാണോ സ്ഥലം മാറ്റിയത് വെച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. പകരം എല്ലാവരെയും സ്ഥലം മാറ്റിക്കൊണ്ട് ഇനി ഒരു ആക്ഷേപത്തിന് അവസരം കൊടുക്കാതെ, ഇനി ഒരാളെ മാത്രം മാറ്റിയാൽ മറ്റേയാളെ സംരക്ഷിച്ചു എന്ന് പറഞ്ഞ് അൻവർ വീണ്ടും വന്നാലോ എന്ന ഒരു തോന്നലിലായിരിക്കാം എല്ലാവരെയും മാറ്റിയത്. ഇനിയിപ്പോൾ ആർക്കെതിരെയും ഒന്നും പറയാൻ കഴിയില്ലല്ലോ, കാരണം എല്ലാവരും മാറ്റിക്കഴിഞ്ഞു. പുതിയ SP ഏതാണ്ട് അടുത്ത ദിവസങ്ങളിൽ മലപ്പുറത്ത് സ്ഥാനമേൽക്കും. അപ്പോൾ അൻവർ ഉന്നയിച്ച ആക്ഷേപങ്ങളിൽ നടപടികൾ എടുക്കുന്നു എന്ന സന്ദേശം കൃത്യമായിട്ട് നൽകാൻ തന്നെയാണ് ഈ ഒരു സാഹചര്യത്തെ നമ്മൾ കാണേണ്ടത്. അൻവറിന്റെ ഇന്നലത്തെ മറുപടി സർക്കാർ അനുവദിച്ചിരുന്ന അവധി പിൻവലിക്കാൻ അപേക്ഷ നൽകി ADGP MR അജിത് കുമാർ. ഈ മാസം 14 മുതൽ 4 ദിവസത്തേക്കാണ് അവധി നൽകിയിരുന്നത്. കഴിഞ്ഞ ദിവസം IPS തലപ്പത്ത് വലിയ അഴിച്ചുപണി നടത്തിയതിന് പിന്നാലെയാണ് അജിത് കുമാർ അപേക്ഷ നൽകിയത്. നേരത്തെ ഓണം പ്രമാണിച്ചായിരുന്നു അവധി അപേക്ഷ നൽകിയത്. ഡാൻ കുര്യന്റെ റിപ്പോർട്ടിലേക്ക്. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരായി ഗുരുതരമായ ആരോപണങ്ങൾ ഭരണകക്ഷിയിലെ തന്നെ MLA ആയ PV അൻവറിന്റെ ഭാഗത്തുനിന്ന് ഉയരുകയും അത് മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾ ഏറ്റുപിടിക്കുകയും ഒക്കെ ചെയ്യുന്ന പശ്ചാത്തലത്തിലായിരുന്നു MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം സംസ്ഥാന പോലീസ് മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ആ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവരുന്നതിനിടയിലാണ് MR അജിത് കുമാർ വരുന്ന 14-ാം തീയതി മുതൽ 17-ാം തീയതി വരെ 4 ദിവസത്തേക്ക് അവധിക്ക് അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ് എന്ന വിശദാംശങ്ങൾ പുറത്തുവന്നത്. അത് ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണോ എന്ന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ അവധി റദ്ദാക്കണം, ക്യാൻസൽ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് MR അജിത് കുമാർ തന്നെ കത്ത് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായി വരുന്ന 15-ാം തീയതി ഞായറാഴ്ച തിരുവോണമാണ്.
ആ തിരുവോണവുമായി ബന്ധപ്പെട്ട ആ കുടുംബത്തിന്റെ അല്ലെങ്കിൽ കുടുംബവുമായി ആ ആഘോഷങ്ങളുടെ ഭാഗമാകുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അവധി അപേക്ഷ നൽകിയത് എന്ന വിവരങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തുവന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ വിവാദങ്ങൾ ആഭ്യന്തര വകുപ്പിനെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും തന്നെ പ്രതിരോധത്തിലാക്കുന്ന സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലേക്ക് മാറിയത് പശ്ചാത്തലത്തിലാണ് അജിത് കുമാർ ഈ അവധി വെട്ടിച്ചുരുക്കുന്നത് അല്ലെങ്കിൽ അവധി വേണ്ട എന്ന് വെക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായി എം.ആർ. അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിവാദം അത് പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും വലിയ തരത്തിൽ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ എം.ആർ. അജിത് കുമാർ അവധി റദ്ദാക്കിയത് ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങളുമായി ചേർത്ത് വായിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഏത് തരത്തിലായിരിക്കും അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിൽ, പരാതികളിൽ, ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് തുടർ നീക്കങ്ങൾ ഉണ്ടാകുക എന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് രാഷ്ട്രീയ കേരളം. ADGP എം.ആർ. അജിത് കുമാറിനെ മാറ്റണമെന്ന ആവശ്യം മുന്നണിക്കുള്ളിൽ ശക്തമായിരിക്കെയാണ് ഇടതുമുന്നണിയുടെ നിർണായക യോഗം ഇന്ന് ചേരാൻ പോകുന്നത്. 3 മണിക്ക് AKG സെന്ററിലാണ് യോഗം ചേരുന്നത്. CPI, RJD എന്നിവരാണ് ADGP മാറണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. CPM നേതൃത്വം സമാന അഭിപ്രായം ഉള്ളവരാണെങ്കിലും മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ADGPയെ മുഖ്യമന്ത്രിയാണ് സംരക്ഷിക്കുന്നത് എന്ന വിമർശനം മുന്നണിക്കുള്ളിൽ ശക്തമാണ്. CPI ആണ് ശക്തമായ രീതിയിൽ തന്നെ ADGPക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ RSS നേതാക്കളുമായി ADGP ചർച്ച നടത്തിയതിലും വിശദീകരണം വേണമെന്ന് CPI ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട വിഷയവും മുന്നണി യോഗത്തിൽ CPI ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. സർക്കാരിന്റെ പുതിയ മദ്യനയത്തിന് മുന്നണി അംഗീകാരം നൽകും. TP രാമകൃഷ്ണൻ മുന്നണി കൺവീനറായ ശേഷമുള്ള ആദ്യ യോഗമാണ് ഇന്ന് ചേരാൻ പോകുന്നത്. ഒരിടവേള കൂടി. സൂചിപ്പിക്കുന്ന തരത്തിലായിരുന്നു താൻ തുടങ്ങി വെച്ച പോരാട്ടങ്ങൾ ഫലം കാണുന്നു എന്ന് അദ്ദേഹം കരുതുന്നു. ഇതിലേറ്റവും പ്രധാനം ഈ ഉദ്യോഗസ്ഥർക്കെതിരായ സ്ഥലമാറ്റമോ എസ് പിയെ മാറ്റിയതൊന്നുമല്ല. ഇതിൽ അന്വേഷണം, അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപങ്ങളിൽ അന്വേഷണത്തിൽ എന്ത് റിപ്പോർട്ട് കണ്ടെത്തുന്നു എന്നുള്ളതാണ്. 1 മാസത്തിനുള്ളിൽ അദ്ദേഹം എഴുതി നൽകിയ പരാതിയിൽ ആ പരാതികൾ നിലനിൽക്കുന്നതാണോ, അടിസ്ഥാനരഹിതമാണോ, അതിൽ എന്തെല്ലാം അദ്ദേഹം പറഞ്ഞത് ശരിയുണ്ട് എന്നൊക്കെ കണ്ടെത്തേണ്ടത് ഈ റിപ്പോർട്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ വരുന്ന ഈ ഒരു സ്ഥലമാറ്റ ഉത്തരവൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതായിട്ട് തന്നെ വേണം കാണാൻ. അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നലത്തെ മറ്റൊരു കാര്യം, അൻവർ ഒരു വാട്സപ്പ് നമ്പർ നൽകി അതിലേക്ക് ഉദ്യോഗസ്ഥർക്കെതിരായ ആക്ഷേപങ്ങളും അഴിമതികളും അതേപോലെ ഈ ഉദ്യോഗസ്ഥരുടെ അപ്രീതി കാരണം ബുദ്ധിമുട്ടായ ആളുകൾക്കും കള്ളക്കേസിൽ കുടുക്കിയവർക്കൊക്കെ അവരുടെ പരാതി പങ്കുവെക്കാനുള്ള ഒരു സംവിധാനം രൂപീകരിച്ചതെന്ന് കഴിഞ്ഞ ആഴ്ച വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ആ നമ്പറും അദ്ദേഹം പുറത്തുവിട്ടിരുന്നു. ആ വാട്സപ്പ് നമ്പറാണ് ഇന്നലെ സ്പാം ആണെന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്ത് ഇനി അതിൻ്റെ തുടർച്ചയായിട്ട് ഇനി വേറെ നമ്പർ എടുക്കും. അതും ഇതുപോലെ തന്നെ തുടരും. ഈ ഒരു പോരാട്ടം തുടരും. ഇതെല്ലാം ക്ലീനാക്കിയിട്ടേ നിൽക്കൂ എന്നുള്ളതാണ് അൻവറിൻ്റെ ഇന്നലത്തെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്താണെങ്കിലും അൻവറിൻ്റെ വാർത്തകൾ അല്ലെങ്കിൽ അൻവർ തുടങ്ങി വെച്ച പോരാട്ടത്തെ സർക്കാർ ആശങ്കയോടെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആശങ്കയുണ്ട്. അത് എവിടെ ചെന്നെത്തുമെന്ന ആശങ്ക സർക്കാരിന് തീർച്ചയായിട്ടും ഉണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള ചില ആശങ്കകളും ഇതിലുണ്ട്. കാരണം ഈ ഒരു വിഷയത്തിൽ അൻവർ തുടങ്ങി വെച്ചത് അനീതിക്കെതിരെ അല്ലെങ്കിൽ അഴിമതിക്കെതിരായ ഒരു വലിയ പോരാട്ടമാണ്. പക്ഷെ അതിൽ ആരൊക്കെ അൻവറിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ച ആശങ്ക. ഇടതുപക്ഷത്തിന് ഒരിക്കലും കൈകോർക്കാൻ കഴിയാത്ത പലരും അൻവറിന് അനുകൂലമായിട്ട് നിലപാടെടുക്കുകയും അൻവറിന് വേണ്ടി ഫേസ്ബുക്കിലൂടെ പ്രസ്താവനകളുമായിട്ട് വരികയും അതൊക്കെ നാളെ ഒരു പക്ഷേ മറ്റൊരു വഴിയിലേക്ക് പോകുമോ എന്ന ആശങ്കയൊക്കെ ഇടതുപക്ഷത്തിന് തീർച്ചയാണ്. അൻവർ ഇടതുപക്ഷത്തിന്റെ കീഴിൽ ചെങ്കൊടിക്ക് താഴെ നിൽക്കൂ എന്ന് അടിക്കടി ഫേസ്ബുക്കിൽ പറയുന്നുണ്ടെങ്കിലും അൻവർ ഉന്നയിച്ച ആശയങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ അതിന് രാഷ്ട്രീയത്തിന് അതീതമായ ഒരു സ്വീകാര്യ. കോഴിക്കോട് JDT ക്യാമ്പസിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിടുന്ന മാസ്റ്റർ പ്ലാൻ മന്ത്രി PA മുഹമ്മദ് റിയാസ് പുറത്തിറക്കി. രാജ്യത്തെ ആദ്യത്തെ പുനരധിവാസ സർവകലാശാലയായി JDTയെ മാറ്റുകയാണ് ലക്ഷ്യം. മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സാമൂഹ്യ ബാധ്യതാ ഫണ്ടിൽ നിന്ന് 2.5 കോടിയോളം രൂപ ചെലവഴിച്ച് പണിത ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെയും നഴ്സിംഗ് കോളേജിന്റെയും പുതിയ കെട്ടിടങ്ങളും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. മലബാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ MP അഹമ്മദ് മുഖ്യാതിഥിയായിരുന്നു. 1922 സ്ഥാപിക്കപ്പെട്ട കേരളത്തിലെ ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6715, പവന് 53,720. 18 ക്യാരറ്റ് ഗ്രാമിന് 5565, പവന് 44,520. വെള്ളി ഗ്രാമിന് 90 രൂപ, കിലോയ്ക്ക് 90,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. Wedding collections from Kavita Gold and Diamonds. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് ഭവ്യ പാർവതി ചേരും.